സംസ്ഥാന നിയമസഭയിലേക്ക് പോകണം. നിയമസഭയിലെ പ്രധാനപ്പെട്ട നടപടികൾ ഇന്ന് എങ്ങനെയാണ് എന്ന് അറിയേണ്ടതുണ്ട്. ധനാഭ്യർത്ഥന ചർച്ച ഇന്നും തുടരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭക്ഷ്യം, ജലസേചനം, SC/ST, പിന്നോക്ക ന്യൂനപക്ഷ ക്ഷേമം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ ചർച്ചയാണ് ഇന്ന് സഭയിൽ നടക്കുക. അതായത് വകുപ്പ് മന്ത്രിമാർ ചർച്ചയ്ക്ക് മറുപടി പറയും. അതേസമയം അംഗൻവാടി ജീവനക്കാരുടെ സമരം സഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന. വിവരങ്ങളുമായി വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം സഭാ നടപടിക്രമങ്ങൾ ഇന്ന് എങ്ങനെയാണെന്ന്. വിജിൻ, നിയമസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായും സഭയിലെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ വിഷയത്തിലാണ് ഇന്ന് ചർച്ചകൾ നടക്കുക? പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഒക്കെ നിലപാടുകൾ അല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും മുന്നോട്ട് കൊണ്ടുവരിക? മനു, ഇന്നലെ വയോജന ബില്ല്, ഒപ്പം തന്നെ സർവകലാശാല ഭേദഗതി 2ാം ബില്ല് ഉൾപ്പെടെയുള്ളവ ഇന്നലെ മന്ത്രി ആർ ബിന്ദു അവതരിപ്പിച്ചിരുന്നു. എന്തായാലും ഇന്ന് മറ്റ് ബില്ലുകളുടെ അവതരണം ഒന്നും നിയമസഭയിൽ നടക്കുന്നില്ല. നിലവിൽ ഈ സെക്ഷൻ തുടരുന്നത് തന്നെ ധനാഭ്യർത്ഥന ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ആ ചർച്ചകൾ തന്നെയാണ് ഇന്നും തുടരുക. മനു സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യം, ജലസേചനം, SC/ST, പിന്നാക്ക ന്യൂനപക്ഷ ക്ഷേമം, ഒപ്പം തന്നെ മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളുടെ മേലുള്ള ധനാഭ്യർത്ഥന ചർച്ചയാണ് നടക്കുക. ഇതിൽ പ്രതിപക്ഷ ഭരണപക്ഷാംഗങ്ങൾ ചർച്ച നടത്തും. അതത് മന്ത്രിമാർ, ഒപ്പം തന്നെ ധനമന്ത്രി ഇക്കാര്യത്തിലുള്ള മറുപടി നൽകുകയും ചെയ്യും. എന്തായാലും ഇന്ന് അടിയന്തര മായി ഈ INTUC-യുടെ നേതൃത്വത്തിൽ അംഗനവാടി ജീവനക്കാർ നടത്തുന്ന സമരം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും അതിന് അടിയന്തര പ്രമേയം ആയി ആ വിഷയം ഇന്ന് അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അടിയന്തര പ്രമേയമില്ല. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അത് ഇന്ന് 9 മണിയോടുകൂടി അതിനുള്ള കത്ത് നൽകും. അതിനുശേഷം 10 മണിക്കായിരിക്കും അടിയന്തര പ്രമേയം സഭ എടുക്കുക. അടിയന്തര പ്രമേയം ത്തിനുള്ള അവതരണ അനുമതി ചോദിക്കുക. എന്തായാലും അതിൽ എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളത് പ്രകാരമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണോ എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുക. ഈ നിയമസഭ കഴിഞ്ഞ 2 നിയമസഭയുടെ കാലയളവ് എടുത്തു നോക്കിയാലും മിക്കവാറും അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുക്കാറുണ്ട്. അനാവശ്യമായി ഉയർത്തുന്ന അത് ഒഴിച്ചുള്ള ചർച്ചകൾ ആയിരിക്കും നടക്കുക. എന്തായാലും ഈ ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ടിന് പൂർണ്ണമായ അംഗീകാരം നൽകേണ്ടതുണ്ട്. അതിൻ്റെ ചർച്ചകളാണ് നിലവിൽ എന്തായാലും പ്രധാനമായും ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനു.